ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപുലരിയിലേക്ക് എന്നും ജീവിക്കുന്നതിനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. പ്രിയമുള്ളവരെ, ഒരു സുറിയാനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ബേസിക്കലി ഒരു ക്രൈസ്തവ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരോഹിതന്മാരെ ഒത്തിരി ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും നമുക്ക് കാണാൻ സാധിക്കും. പഴയ കാലം തൊട്ട് അതങ്ങനെയാണ്. ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി കുറവുകൾ വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ചെയ്യുന്ന അനേകം കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് പുരോഹിതന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചതും ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്നതിനൊക്കെ അർത്ഥം പഴയ നിയമം തൊട്ട് നമുക്ക് കാണാൻ സാധിക്കും. വചനം പറയുന്നത് അങ്ങനെയാണ്, അഭിഷിക്തന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് പറയും. പഴയ നിയമത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 8 തൊട്ടുള്ള വചനം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ശൂനോമിലേക്ക് പോയ സമയത്ത്, എലീശ പ്രവാചകൻ പോയ സമയത്ത് ധനികയായിട്ട്, ധനികയുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കുറേ കാര്യങ്ങൾ. അതിൽ 10-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്, ആ ധനികയായ ആ സ്ത്രീ തൻ്റെ ഭർത്താവിനോട് പറയുകയാണ്, നമുക്ക് ചെറിയ ഒരു മാളിക മുറി പണിതുണ്ടാക്കാം. അതിൽ ആ ദൈവപുരുഷന് ഒരു കട്ടിലും ഒരു മേശയും ഒരു പീഠവും ഒരു നിലവിളക്കും കൊടുക്കാം. അദ്ദേഹം അവിടെ നമ്മുടെ അടുക്കൽ വരുമ്പോഴെല്ലാം അവിടെ കയറി താമസിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഒരു മുറി അവിടെ പണിയുകയാണ്. എലീശ പ്രവാചകന് വേണ്ടിയിട്ട് ചെയ്യുന്ന കേട്ടോ, ദൈവപുരുഷനാണ് അദ്ദേഹം, അദ്ദേഹത്തെ സ്വീകരിക്കും. അതിന് ശേഷം കാണുന്നത് ആ ധനികയായ സ്ത്രീ കുഞ്ഞില്ല, അടുത്ത വർഷം വരുമ്പോൾ കുഞ്ഞുണ്ടാകുന്നു, അനുഗ്രഹം ലഭിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ഒരു കാര്യം പറഞ്ഞു, ഒരു പ്രവാചകനെ ഒരു പ്രവാചകനായി സ്വീകരിച്ചാൽ ആ അനുഗ്രഹം കിട്ടുമെന്ന് പറയും. ഒരു പുരോഹിതനായിട്ട് നീ സ്വീകരിച്ചാൽ അതിൻ്റെ ബ്ലെസ്സിങ്സ് നിനക്കും നിൻ്റെ തലമുറയ്ക്ക് ലഭിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ പലപ്പോഴും ഈ വൈദികർ വരുമ്പോൾ നല്ല ഭക്ഷണം കൊടുക്കും, നമ്മുടെ വീട്ടിലില്ലെങ്കിലും നിങ്ങൾ കഴിക്കുന്നതിനേക്കാളും മെച്ചമായി എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് കാരണം ഇത് തന്നെ പ്രേമം. കാരണം ദൈവത്തിൻ്റെ അഭിഷിക്തനെ, ദൈവപുരുഷനെ നിങ്ങൾ സ്വീകരിച്ചാൽ ആ പുരുഷൻ വഴി അല്ലെങ്കിൽ ആ അഭിഷിക്തൻ വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വർഗം തരുന്നതാണ്. ഇത് നമ്മുടെ പൂർവികർ വിശ്വസിച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ പുരോഹിതന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന തലമുറയായി വളരുവാൻ ഈ പ്രഭാതം നമുക്ക് സാധ്യമാകട്ടെ. ആയത് പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നമ്മെല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.